ഹലോ ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. SSLC ഇംഗ്ലീഷ് സൂപ്പർ സക്സസ് A+ റിവിഷൻ ടെസ്റ്റ് സീരീസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. ഈ ചോദ്യപേപ്പർ 20 മാർക്ക് വീതം 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചോദ്യപേപ്പറാണ്. 2 സെറ്റ് ചോദ്യപേപ്പറുകളാണ്. A, B എന്നീ 2 സെറ്റ് ചോദ്യപേപ്പറാണ്. നമുക്ക് ഇംഗ്ലീഷിൽ 5 യൂണിറ്റ് ആണ് ആകെ പഠിക്കാനുള്ളത്. ഒരു യൂണിറ്റിൽ നിന്ന് 2 സെറ്റ് ചോദ്യപേപ്പർ വീതമാണ് യൂണിറ്റ് ടെസ്റ്റിനായിട്ട് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മാക്സിമം ഒരു യൂണിറ്റിൽ വരുന്ന 3 ലെസൺസിനും ഉള്ള ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന 2026 SSLC പരീക്ഷയ്ക്ക് A+ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം റിവിഷൻ ടെസ്റ്റ് സീരീസുകൾ എഴുതി പഠിക്കുക എന്നുള്ളത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യപേപ്പറും ഇതിന്റെ ആൻസർ കീയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ചോദ്യപേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം കോംപ്രിഹെൻസീവ് പാസേജ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. ദർ വർ ഓൺലി എ ഫ്യൂ faded hair left on his bald skull, very few teeth in his mouth. His pitiful condition seemed that the drenched great grandfather. This took away a sense of grandeur he might have had. അപ്പോൾ നമുക്കറിയാം, ഈ പാസേജ് വായിക്കുമ്പോൾ തന്നെ അറിയാം അത് ആ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന ലെസണിലെ പാരഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്ന്. നമുക്കതിലെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡു യു നോ അബൌട്ട് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഓൾഡ് മാൻ? ഈ ഓൾഡ് മാൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം, നമുക്ക് ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തായിരുന്നു. ദ മാൻ വാസ് ലൈക്ക് എ ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. ദർ വർ ഓൺലി ഫ്യൂ ഫേഡഡ് ഹെയർസ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ, ഫ്യൂ ടീത്ത് ഓൺ ഹിസ് മൗത്ത്, എ പിറ്റ്ഫുൾ കണ്ടീഷൻ സച്ച് ആസ് ദാറ്റ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഹാപ്പൻഡ് ദ ഹ്യൂജ് ബസാർഡ് വിങ്സ് ഓഫ് ദ സ്ട്രേഞ്ച് ക്രിയേച്ചർ? ആ വിചിത്രമായ ആ ജീവിയുടെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഹ്യൂജ് ബസാർഡ് വിങ്സിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നാണ്. ഈസ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലഗ്ഡ് വെർ എൻടാങ്കിൾഡ് വിത്ത് മഡ് എന്നുള്ളതാണ് ആൻസർ. തേർഡ്, വാട്ട് ലെഡ് പെലായോ എലിസെൻഡ ടു ദ കൺക്ലൂഷൻ ദ ഓൾഡ് മാൻ വാസ് എൻ ലോൺലി കാസ്റ്റവേ? ഓൾഡ് മാൻ ഒരു ലോൺലി കാസ്റ്റവേ ആണ് എന്ന് പെലായും എലിസെന്റയും കൺക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താ? ഓപ്ഷൻസ് നോക്കാം. നമ്മൾ ഇപ്പോഴത്തെ ചോദ്യപേപ്പർ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് എയോ ബിയോ എന്ന് തിരഞ്ഞെടുക്കാനാണ്. ഈസ് ബസാർഡ് വിങ്സ് ഉണ്ടായിരുന്നു, ഈസ് കോംപ്രിഹെൻസിബിൾ ഡയലക്ട്, സി അപ്പിയറൻസ് ഓഫ് എ റാക്ക് പിക്കർ, ഈസ് സ്ട്രോങ് സെയിലേഴ്സ് വോയിസ് എന്ന് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നാ? എയും ബി ആണോ, ഒള്ളി ബി മാത്രമാണോ, ഒള്ളി ഡി മാത്രമാണോ, ബിയും ഡിയും ആണോ? അദ്ദേഹത്തിന്റെ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് ആണ് 1, അത് ശരിയായിരുന്നു അല്ലെ? ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്. രണ്ടാമത്തെ എന്തായിരുന്നു? ഈ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ് എന്നുള്ളതാണ്. ഇത് രണ്ടുമായിരുന്നു അതിന്റെ ശരി. അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് 4ാമത്തെ ഓപ്ഷൻ ബി ആൻഡ് ഡി ആണ്. ഓക്കെ ആണ്. ഇനി ഫോർത്ത്, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് എ സ്ട്രാൻഡഡ് പേഴ്സൺ. എ സ്ട്രാൻഡഡ് പേഴ്സൺ എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ എ റാക്ക് പിക്കർ, ബി ക്യാപ്റ്റീവ്, ഓപ്ഷൻ സി കാസ്റ്റവേ, ഓപ്ഷൻ ഡി ഏഞ്ചൽ എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇതിലെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി കാസ്റ്റവേ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഫിഫ്ത്ത്, 5ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ നൈബേഴ്സ് വുമൺ മീൻ വെൻ ഷീ സെഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്? അയാള് ആ ഏഞ്ചൽ പോലെയുള്ള മനുഷ്യൻ എന്തിനു വേണ്ടി വന്നതാണ്? കുട്ടിക്ക് വേണ്ടി വന്നതാണ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആസ് എ സേഫ് ഗാർഡ് ഓർ പ്രൊട്ടക്ടർ ദ ഏഞ്ചൽ കെയിം ഫോർ ദ ചൈൽഡ് എന്നാണ് പറയുന്നത് അല്ലെ? ഇനി 6th ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. അനുയോജ്യമായ പ്രിപ്പോസിഷൻ പൂരിപ്പിക്കുക എന്നാണ്. സ്പിൽമാൻ ഹൈഡ് ഡാഷ് ദ അറ്റിക് എസ്കേപ്പ് ഡേഞ്ചർ. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്പിൽമാൻ അറ്റിക്കിന്റെ മുകളിൽ ഒളിച്ചു എന്നുള്ളതാണ്. അപ്പൊ എവിടെ ഒളിച്ചത്? ദ അറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺ ദ അറ്റിക് ആണോ ഇൻ ദ അറ്റിക് ആണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ആൻസർ ഏതാണ്? ഇൻ അറ്റിക് എന്നാണ്.
Next, Antony said, Antony stood, dash crowd and spoke confidently എന്നുള്ള ആന്റണി സ്റ്റുഡ് ദ ക്രൗഡ്, ആ ക്രൗഡിന്റെ മുൻപിൽ നിന്നു, ക്രൗഡിനോട് കൂടെ നിന്നു മുൻപിൽ നിന്നു എന്നാണോ ഉത്തരം വരുന്നത്? ബിഫോർ ദ ക്രൗഡ് അല്ലെ? ഇനി ബി സെഷൻ, ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ എന്നുള്ള പോയത്തിൽ നിന്നുള്ള ആ സ്പീച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു പാസേജ് അതിൽ നിന്നുള്ള കുറച്ച് വരികൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. I come to bury Caesar, not to praise him, the evil that men do leave after them എന്നൊക്കെ പറയുന്ന ആ ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. സെവൻത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആന്റണീസ് ഓപ്പൺ സ്പീച്ച്? ആ ഓപ്പൺ സ്പീച്ച് ലൈനിലെ സ്പീച്ചിന്റെ ഓപ്പണിംഗ് ലൈനിന്റെ പ്രത്യേകത എന്താ? ഐ കം ടു ബറി സീസേഴ്സ് നോട്ട് ടു പ്രൈസ് ഹിം. ഞാൻ സീസറിന്റെ ബോഡി ബറി ചെയ്യാൻ വന്നതാണ്, അല്ലാതെ സീസറിനെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഷോസ് ആന്റണീസ് ഡിസ്റെസ്പെക്ട് ടു സീസർ. സീസറിനോടുള്ള ഡിസ്റെസ്പെക്ട് ആണോ? ഇറ്റ് എസ്റ്റാബ്ലിഷ് ആന്റണീസ് ഇന്റൻഷൻ ടു ബി ന്യൂട്രൽ. ആന്റണി ഒരു ന്യൂട്രൽ ഇന്റൻഷൻ ഉള്ള ആളാണെന്ന് സൂചിപ്പിക്കാനാണോ? സിംഗിൾ ആന്റണീസ് ഡിസയർ ടു ടേക്ക് റിവെഞ്ച് സീസേഴ്സ് കില്ലേഴ്സ്, അതായിരുന്നു. ഇറ്റ് റിഫ്ലക്ട് ആന്റണീസ് ലൊയാലിറ്റി ടു ബ്രൂട്ടസ്. ആന്റണിക്ക് ബ്രൂട്ടസിനോടുള്ള ലൊയാലിറ്റി കാണിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പറഞ്ഞത്? ഈ ഒരു ലൈൻ നോക്കുമ്പോൾ നമുക്ക് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ആന്റണിക്ക് ബ്രൂട്ടസിനോട് ലൊയാലിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ വന്നത് സീസറിനെ പ്രൈസ് ചെയ്യാനല്ല, സീസറിനെ ബറി ചെയ്യാനാണ്. ഏത് ക്വസ്റ്റ്യൻ? ഇൻ ദ ലൈൻ ദ ഈവിൾ മെൻ ഡു ലീവ് ആഫ്റ്റർ ദം, ദ ഗുഡ് ഈസ് ഓഫൻ ഇന്റേർഡ് വിത്ത് ദെയർ ബോൺസ്. വാട്ട് ഈസ് ആന്റണീസ് ട്രൈയിങ് ടു സജസ്റ്റ്? ഇതിലൂടെ ആന്റണി എന്താ പറയാൻ ശ്രമിച്ചത്? പീപ്പിൾ, ഓപ്ഷൻ എ, പീപ്പിൾ ടെൻഡ് ടു ഫോർഗെറ്റ് the bad things about others. B, people tend to remember only the bad deeds of the dead. C, people remember only the good deeds of the dead. D, all deeds are equally remembered after death എന്നാണ്. ഇതിൽ ഏതാണ്? The evil men do their lives after them, the good often interred with them. People tend to forget the bad things about others, അതാണ്. അത് പീപ്പിൾ ടെൻ ടു റിമെമ്പർ ഓൺലി ബാഡ് ഡീഡ്സ് ഓഫ് ദ ഡെഡ്. മരിച്ചവരുടെ ദുഷ്ടപ്രവൃത്തി മാത്രം ഓർക്കാറുള്ളൂ. പീപ്പിൾ റിമെമ്പർ ഓൺലി ദ ഗുഡ് ഡീഡ്സ് ഓഫ് ദ ഡെഡ്. മരിച്ചവരുടെ സൽപ്രവൃത്തികൾ മാത്രമാണ് ഓർക്കാറ്. ആ ഡീഡ് ആർ ഈക്വലി റിമെമ്പർ, തുല്യമായിട്ട് ഓർക്കപ്പെടുക. അതല്ല ഓപ്ഷൻ എ പറയുന്ന പീപ്പിൾ ടെൻഡ് ടു ഫോർഗെറ്റ് ദ ബാഡ് തിങ്സ് അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ചുള്ള മോശം കാര്യങ്ങൾ ആളുകൾ മറക്കാൻ തയ്യാറാവുമോ? Right answer, people tend to remember only the bad deeds of the dead. Option B. Next, reporter speech ആണ്. റിപ്പോർട്ടർ സ്പീച്ച് ഹോൺസ്ഫീൽഡ്. ആർ യു ജ്യൂ എന്ന് ഹോൺസ്ഫീൽഡ് ചോദിച്ചു. ഇതിനെങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്? അല്ല, ഇതൊരു എസ്വർണ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹോൺഫീൽഡ് ആസ്ക്ഡ് കണക്റ്റീവ് ദ വെദർ ഓർ ഈഫ് എന്നുള്ളതാണ്. ഹോൺഫീൽഡ് ആസ്ക്ഡ് വെദർ he was a Jew എന്ന് ചോദിച്ചു. 10th, William Hounsfield was deeply impressed by the pianist after watching him play Chopin Nocturne in C sharp minor. ആ മ്യൂസിക് അദ്ദേഹത്തിന് വേണ്ടി പിയാനോയിൽ സ്പിൽമാൻ വായിച്ചു ഹോൺഫീൽഡിന് വേണ്ടിയിട്ട്, അല്ലേ? അത് കേട്ട് അദ്ദേഹം വളരെ ഇംപ്രസ്ഡ് ആയി. After moving out the place, he jotted down his feelings, his diary, atom likely diary. ഹോൺഫീൽഡ്, ജർമ്മൻ ഓഫീസർ ആയിട്ടുള്ള ഹോൺഫീൽഡ് സ്പിൽമാൻ അദ്ദേഹത്തിന് വേണ്ടി വായിച്ച ആ സംഗീതം കേട്ട് ആസ്വദിച്ച് അവിടെ നിന്ന് പോകുന്നു. അദ്ദേഹത്തിന്റെ അന്നത്തെ ഫീലിങ്സ്, ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ അറ്റിക്കില് ഒളിച്ചു താമസിക്കുന്ന ജൂതനെ കണ്ടെത്തിയതും അയാൾ ഒരു പിയാനിസ്റ്റ് ആണെന്ന് കണ്ടെത്തിയതും അയാൾക്ക് വേണ്ടി പാട്ടുപാടിയ സംഭവങ്ങളൊക്കെ ചേർത്തുകൊണ്ടൊരു ഡയറി തയ്യാറാക്കുക എന്നാണ് ചോദ്യം. 10th, empathy and kindness are the virtues help humanity to survive. How far does it prove valid to the story Old Man with Enormous Wings? Write a paragraph on the inhuman attitude Peloya and Elisenda toward the older man. അപ്പോൾ സഹാനുഭൂതി, ദയ എന്നൊക്കെ മാനുഷിക മൂല്യങ്ങളാണ്. ഇത് മനുഷ്യനെ അതിജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇതാണ് ആൻ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്നുള്ള കഥയിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പെലായും എലിസന്റെയും ഒക്കെ ആ വൃദ്ധനോട് കാണിച്ച ഇൻഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയായിരുന്നു
എന്ന് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിവരിക്കാനാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നോക്കാം. The news of the arrival of the older man with enormous wings spread all over the locality. Many journalists conducted interview with Pelayo to get more details about the older man. Being a journalist, frame 4 questions that you would like to ask Pelayo. അപ്പോൾ പെലായോയുടെ വീട്ടിൽ വന്ന ഓൾഡ് മാനെ കുറിച്ചുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് ജേർണലിസ്റ്റുകൾ പെലായോയുമായിട്ട് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജേർണലിസ്റ്റ് ആണെങ്കിൽ പെലായോട് നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും? 4 ചോദ്യങ്ങളാണ് തയ്യാറാക്കേണ്ടത്. ആ ഓൾഡ് മാനെ കുറിച്ച്, ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് സെഷൻ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെക്കൻഡ് ബി പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം. ഫസ്റ്റ് യൂണിറ്റിലെ ബി സെക്ഷൻ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ചോദ്യം 20 മാർക്ക് 45 മിനിറ്റ് തന്നെയാണ്. പാസേജ് നോക്കാം, ഏത് ചാപ്റ്ററിൽ നിന്നാണ് പാസേജ് വന്നതെന്ന്. വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷൂക്ക് ഐ ഡിഡ് നോട്ട് പ്രാക്ടീസ്ഡ് ഫോർ 2.5 years എന്ന് പറയുന്നുണ്ട് അല്ലെ. ഞാൻ എൻ്റെ വിരലുകൾ കീബോർഡിൽ വെച്ചപ്പോൾ അത് വിറച്ചു. കാരണം 2.5 വർഷമായിട്ട് ഞാനിത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എൻ്റെ വിരലുകൾ സ്റ്റിഫായിട്ടുണ്ട്, അവയൊക്കെ ഡേർട്ടി, അഴുക്ക് പുരണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഐ ഹാഡ് നോട്ട് കട്ട് നെയിൽസ് ഫ്രം സം വീക്ക്, കുറച്ചാഴ്ചകളായിട്ട് നഖം പോലും വെട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ആറ്റിക് എന്ന് പറയുന്ന ലെസണിലെ പാഠഭാഗത്തിലെ ഭാഗങ്ങളാണ് ഈ തന്നിട്ടുള്ളതെന്ന് മനസ്സിലായി. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. വൈ ഡിഡ് ദ പിയാനിസ്റ്റ് ഫിംഗർ ഷെയ്ക്ക് വിത്ത് വെൻ ഹി പ്ലേഡ് പിയാനോ വായിച്ചപ്പോ വിരലുകൾ എന്തുകൊണ്ടാണ് ഷെയ്ക്ക് ആവാനുള്ള കാരണം എന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരുന്നു കാരണം എന്താണ്? ഹി ഹാഡ് നോട്ട് പ്രാക്ടീസ്ഡ് ഫോർ 2.5 years എന്നുള്ളതാണ് കാരണം പറയുന്നത്. വാട്ട് മേക്ക് ദ പിയാനിസ്റ്റ് ഫീൽ ദ സൈലൻസ് ഗ്ലൂമി ആൻഡ് എയറി എന്നുള്ളതാണ്. എന്താണ് ആ പിയാനിസ്റ്റിന് അപ്പോൾ സൈലൻസ് ഗ്ലൂമി ആയിട്ട് എയറി ആയിട്ട് തോന്നാനുള്ള കാരണം എന്നാണ് ചോദിക്കുന്നത്. I played the Chopin nocturne C sharp. When I finished, the silence seemed gloomy and airy. I heard a shot down the below, outside the building, a harsh, loud German noise. എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് കാരണം? ആൻസർ എന്തായിരിക്കും? അദ്ദേഹത്തിന് ഗ്ലൂമി തോന്നാനുള്ള കാരണം ബിക്കോസ് ഹി വാസ് അറ്റ് ദ മിഡിൽ ഓഫ് ദി ഡെത്ത്, അല്ലെ, മരണത്തിന്റെ മധ്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഏത് സമയം കൊല്ലപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. How did the German officer comfort the pianist? Pianist എങ്ങനെയാ ജർമ്മൻ ഓഫീസർ കംഫർട്ട് ചെയ്തത്? ഓപ്ഷൻ എ, he assured the pianist taking him to secure place. He did not assure the pianist to give any help. He warned the pianist to move out. He assured pianist take him to his house. ഏതാ ശരി ഉത്തരം? He assured the pianist taking him a secure place എന്നുള്ളതാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം. വാട്ട് മെയ്ഡ് ദ ജർമ്മൻ ഓഫീസർ റിമാർക്ക് യു ആർ എ ജൂയിഷ്? നിങ്ങളൊരു ജൂയിഷ് ആണോ എന്ന് ആ ജർമ്മൻ ഓഫീസർ ചോദിച്ചു അല്ലെ. അതുകൊണ്ട് അർത്ഥം എന്താണ്? ദ പിയാനിസ്റ്റ് വാസ് റെഡി ടു ലീവ് ദ പ്ലേസ് ആണോ? ദ പിയാനിസ്റ്റ് കുഡ് നോട്ട് ലീവ് ദ പ്ലേസ് എന്നാണോ? ദ പിയാനിസ്റ്റ് ഹാഡ് ബീൻ ഹൈഡിങ് ഫോർ എ ജെനുവിൻ റീസൺ, അല്ലെ, പ്രധാന കാരണം ഉണ്ടായത് കൊണ്ടാണോ? ദ പിയാനിസ്റ്റ് ബിലീവ്ഡ് ദാറ്റ് ഹി ഹാഡ് ഡേഞ്ചർ ഓഫ് സ്റ്റെപ്പിംഗ് ഔട്ട്. ഇതായിരുന്നു ഉത്തരം എന്നാണ്. ശരി ഉത്തരം ഏതാണ്? ബിയും സിയും ഡിയും ചേർന്നതാണ് ശരി ഉത്തരം അല്ലെ. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ ഡ്രമാറ്റിക് സ്പീച്ച് ഫ്രഞ്ച് റോമൻ കൺട്രിമെൻ. ആ ഒരു പോയത്ത് നിന്ന്, ഡ്രമാറ്റിക് സ്പീച്ചിൽ നിന്നുള്ള ലൈൻസ് തന്നിട്ടുണ്ട്. യു ആൾ did see that when a Lupercal I thrice presented him a kingly crown, which he did thrice refuse. Was this ambitious? എന്നൊക്കെ ചോദിക്കുന്ന ആന്റണിയുടെ സ്പീച്ച്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ആന്റണി ട്രൈ ടു പ്രൂവ് ദാറ്റ് സീസർ വാസ് നോട്ട് അംബീഷ്യസ്? സീസർ അംബീഷ്യസ് അല്ല എന്ന് എങ്ങനെയാണ് ആന്റണി പ്രൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താ? അറ്റ് ദ ലുപ്പർക്കാൾ ഫെസ്റ്റിവൽ ഹി പ്രസന്റഡ് ത്രൈസ് 3 ടൈം അല്ലെ ദ കിങ്ലി ക്രൗൺ എന്നാണ്. ഹി ഓഫേർഡ് ദ ക്രൗൺ ഓഫ് റോം എന്നാണ് പറയുന്നത്. ആ ക്രൗൺ അയാൾ എന്ത് ചെയ്തു? 3 ടൈം, 3 തവണ ഓഫർ ചെയ്തു. എന്നിട്ടും അയാൾ അത് എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു എന്നുള്ളത്, അയാൾ റെഫ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇനി ഫിഫ്ത്ത്. അക്കോർഡിംഗ് ടു ആന്റണി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹിസ് സ്പീച്ച്? ഈ സ്പീച്ചിന്റെ പർപ്പസ് എന്തായിരുന്നു എന്നാ? ടു പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സെഡ് വാസ് റൈറ്റ്. ബ്രൂട്ടസ് പറഞ്ഞത് ശരിയാണെന്നതാണോ?
അതോ ഡിസപ്രൂവ് ബ്രൂട്ടസ് സെഡ് വാസ് റൈറ്റ്? ബ്രൂട്ടസ് പറഞ്ഞത് ശരിയല്ല എന്ന് കാണിക്കാനാണോ? ടു സ്പീക്ക് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ്, മനസ്സിലുള്ളത് പറയാൻ വേണ്ടിയിട്ടാണോ? ടു പ്രൂവ് സീസർ വാസ് അംബീഷ്യസ്, സീസർ അംബീഷ്യസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു? ഏതാണ്? ബി ആണ് അല്ലെ. ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സെഡ് വാസ് റൈറ്റ്, ബ്രൂട്ടസ് പറഞ്ഞത് ശരിയല്ല എന്ന് തെളിയിക്കാനായിരുന്നു. ഇനി 7th, ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടർ സ്പീച്ച്. വീണ്ടും വന്ന റിപ്പോർട്ടർ സ്പീച്ച് തന്നെയാണ്. 7th, ആന്റണി സെഡ് ഐ ആം നോട്ട് ഹിയർ ഫോർ ദ പ്രൈസ് സീസർ എന്ന് പറഞ്ഞാണ്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക? ആന്റണി സെഡ് ദാറ്റ് ഹി വാസ് നോട്ട് ദ ടു പ്രൈസ് സീസർ എന്നുള്ളതാണ്. ഇനി 8ാമത് ചോദ്യം, യൂസ് ദ കറക്റ്റ് ഫ്രേസൽ വേർബ്സ് ഇൻ ദ ബ്രാക്കറ്റ് എന്ന്. ഗിവ് അപ്പ്, ലുക്ക് ആഫ്റ്റർ, ടേൺ ഡൗൺ എന്ന് പറയുന്നത്. സ്പിൽമാൻ ഡിഡ് നോട്ട് ഹോപ്പ് ഈവൻ ദി ഡേഞ്ചർ എന്നാണ്. സ്പിൽമാൻ ഡിഡ് നോട്ട് ഹോപ്പ് ഈവൻ ദി ഡേഞ്ചർ, പ്രതീക്ഷയിലും അപകടത്തിലും അയാൾ തന്റെ പ്രതീക്ഷ ഉപേക്ഷിച്ചില്ലാണ്. പലയ ഹാർഡ് ടു ഡാഷ് ഓൾഡ് മാൻ ആൻഡ് ദ കമ്പനി ഡാഷ് ഹർ റിക്വസ്റ്റ്. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് അവിടെ കിടക്കുന്നത്. സ്പിൽമാൻ ഡിഡ് നോട്ട് ഗിവ് അപ്പ് ഹോപ്പ് ഈവൻ ദി ഡേഞ്ചർ, പെലായോ ഹാഡ് ടു ലുക്ക് ആഫ്റ്റർ ദ ഓൾഡ് മാൻ, ദ കമ്പനി ടേൺ ഡൗൺ ഹർ റിക്വസ്റ്റ് എന്നുള്ള. 9th, ഇനിയൊക്കെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഷോർട്ട് റിവ്യൂ ഓഫ് ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ആ ഒരു സ്റ്റോറിയുടെ റിവ്യൂ തയ്യാറാക്കുക, 6 മാർക്കിന് 3 പാരഗ്രാഫ് ആയിട്ട്. ഇനി 10ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ റെഫ്യൂജീസ് ഓഫ് ദ വാർ ഇൻ ദ പ്രസന്റ് ടൈം. ഇന്നത്തെ കാലത്ത് റെഫ്യൂജീസ്, അഭയാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള റൈറ്റപ്പ് തയ്യാറാക്കുക. അല്ലെങ്കിൽ പ്രിപ്പയർ എ ക്യാറ്റ് സ്കെച്ച് ഓഫ് ജർമ്മൻ ഓഫീസർ ഫ്രം ദ സ്റ്റോറി ഇൻ ദി അറ്റിക്. ഇൻ ദി അറ്റിക് എന്ന് പറയുന്ന കഥയിലെ ജർമ്മൻ ഓഫീസറുടെ ക്യാറ്റ് സ്കെച്ച് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യമായി വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചോദ്യപേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിന്റെ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കീ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് 8ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിലൊക്കെ വന്നിട്ടുള്ള മുഴുവൻ വർക്കുകൾ, ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാ ക്ലാസ്സുള്ള കൂട്ടുകാർക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത